ഇതൊരു സർക്കാരാണോ എന്ന ചോദ്യം ചോദിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗമായിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാർട്ടി, രണ്ടാമത്തെ പാർട്ടിയാണ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ MOUയുടെ കടലാസ് നമ്മുടെ കയ്യിലൊക്കെ കിട്ടിയല്ലോ. ഈ MOU ഒപ്പുവച്ചിരിക്കുന്നത് 16-ാം തീയതിയാണ്. ദ മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഈസ് മെയ്ഡ് ആൻഡ് എക്സിക്യൂട്ടഡ് അറ്റ് ന്യൂഡൽഹി ഓൺ ദിസ് 16th ദ ഡേ ഓഫ് October 2025. ഇന്നലെ എന്താണ് തീയതി? 23. അപ്പോൾ ഒരാഴ്ച മുമ്പിട്ട MOU. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഇത് മറച്ചു വെച്ചിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നലെ ഒപ്പിട്ടു എന്ന രീതിയിൽ ആ വാർത്ത വരുന്നു, അതിനു മുമ്പ് ഒരാഴ്ച മുമ്പ് ഒപ്പിടുന്നു. അത് എങ്ങനെയാണ്? ഞാൻ പറയുന്നു, ഈ കരാർ, ഈ ഒപ്പിടൽ ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രി മോദി കൂടിക്കാഴ്ചയിലാണ്. ഇവിടെ പല പദ്ധതികൾക്കും നമുക്ക് പണം തരുന്നില്ല എന്നൊരു സാഹചര്യം, ആ കാര്യം പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി സംസാരിക്കുമ്പോഴാണ് ഈ ഒപ്പിടലിലേക്ക്, PM ശ്രീ ഒപ്പിടലിലേക്ക് എത്തിയിരിക്കുന്നത്. അതിനു മുമ്പ് ധർമ്മേന്ദ്ര പ്രധാനെ വിദ്യാഭ്യാസ മന്ത്രി കാണുന്നുണ്ട്. PM ശ്രീയുടെ കാര്യത്തിൽ PM ശ്രീയാണല്ലോ, PM-ൻ്റെ കാര്യമാണല്ലോ, PM-ൻ്റെ പദ്ധതിയാണ്, അതിൽ വിട്ടുവീഴ്ച ചെയ്യാനാകില്ല എന്ന കാര്യം അറിയിക്കുന്നു. ഫണ്ട് കിട്ടണമെങ്കിൽ അതിൽ ഒപ്പിടേണ്ടി വരും എന്ന് പറയുന്നു. അതിനുശേഷം മുഖ്യമന്ത്രി പ്രധാനമന്ത്രി കൂടിക്കാഴ്ചയിൽ ശേഷമാണ് ഈ തീരുമാനമുണ്ടായത്. അതിനുശേഷം നോക്കൂ, 22-ാം തീയതി മന്ത്രിസഭായോഗം ചേരുന്നുണ്ട്. മിണ്ടിയിട്ടില്ല ഒരക്ഷരം. നാണംകെട്ട നിൽപ്പാണ് CPIയുടേത്, നാണംകെട്ട നിൽപ്പാണ്. അതാണ് ബിനോയ് വിശ്വം പറഞ്ഞത്, ഇതൊരു സർക്കാരാണോ ഇതൊരു മുന്നണിയാണോ എന്ന്.